ഒരു ദൂരയാത്രയ്ക്ക് ഇറങ്ങിയതാട്ടോ. ഒന്നുമില്ല, ഇങ്ങോട്ട് കയറി വന്നല്ലേ, ഇനി തിരിച്ചു പോണ്ടേ. വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണമല്ലോ, അച്ഛനും അമ്മനും വീട്ടിലില്ലാത്തവരെ എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞിട്ട് വേണം പോകാൻ. കാരണം എന്നാലേ നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ കൈനിറച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വെള്ളം വേണം അച്ഛന്ന് പറഞ്ഞ് നമ്മൾ തന്ത്രപൂർവ്വം അച്ഛനെ ബേക്കറിയിലോട്ട് കയറ്റി. ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വേണം തോന്നും, പക്ഷെ വാങ്ങിക്കരുത്. ഒന്നാമത് ഇതൊക്കെ കുത്തി കയറ്റി കഴിഞ്ഞാൽ ഏതായാലും പ്രൈവറ്റ് ബസ്സാണ് നമുക്ക് കിട്ടണമെങ്കിൽ കോഴിക്കോട് എത്തുമ്പോഴത്തേനും കുലുക്കി സർബത്താവും നമ്മൾ. മാസന്റെ കൂടെ ആ പറക്കുന്ന സാധനം എന്താ കണ്ടോ? അതിനാണ് നമ്മൾ മെയിനായി ഇവരോട് യാത്ര പറയാൻ വരുന്നത്. ഇവിടം തൊട്ട് അങ്ങ് ചുണ്ടവരെ കാണുന്ന ഒരുപാട് ഭംഗിയുള്ള ചെമ്പ്രമല ഫ്രെയിമുകളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം. ബസ്സിലിരുന്ന് തന്നെ നമുക്കതെല്ലാം സൂപ്പറായി കാണുന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു കാര്യം. ഭാഗ്യത്തിന് ഈ വിൻഡോ സീറ്റ് തന്നെ എനിക്ക് കിട്ടി. ഞാനൊരു വിൻഡോ സീറ്റ് ലവറൊന്നല്ല, പക്ഷെ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ആ സീറ്റ് ഇഷ്ടമാണെങ്കിൽ ഞാൻ മാറിക്കൊടുക്കാറുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നല്ലൊരു ഭംഗിയുള്ള സ്പോട്ടാണ്. ഞാൻ രാവിലെയൊക്കെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ സ്കൂട്ടിയിൽ കൂട്ടാൻ വരുമ്പോൾ പറയാറുണ്ട്, അച്ഛാ ഒന്നുകൂടെ നിർത്തച്ഛാ. എനിക്ക് തോന്നുന്ന അത്ര സ്പെഷ്യലായിട്ട് ആർക്കും ഇതിന് തോന്നുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മളൊരു സ്കൂളാട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള. എൻ്റെ അച്ഛനൊന്നും ഇവിടെ പഠിച്ചിട്ടില്ല, എൻ്റെ കൂട്ടുകാരി ഇവിടെ പഠിച്ചിട്ടുണ്ട്, വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും. അപ്പോൾ അവളുടെ കൂടെ ഞാൻ ഈ സ്കൂളിലേക്ക് ഇഷ്ടംപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചപ്പുകൊട്ടായി, അല്ല ഈ സ്റ്റോപ്പിന് പറയണ വരാൻ ചപ്പുകൊട്ടായി. ഇതാ ആ കാണുന്ന ഷീറ്റിട്ട് ഒരു വീടില്ലേ, അതാണ് ചപ്പുകൊട്ടായി. ചപ്പുകൊട്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ തേയില അത് ചപ്പുപണിക്കാർ പറിച്ചിട്ട് കൊണ്ടുപോയിട്ട് തൂക്കി ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥലമാണ് ചപ്പുകൊട്ടായി. കാണുന്ന ചെമ്പ്രമല ഉണ്ടല്ലോ, ഇതിൻ്റെ പല പല സമയത്തുള്ള വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതായത് മഞ്ഞുള്ളപ്പോൾ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ, മഴയുള്ളപ്പോൾ, എല്ലാ ടൈപ്പും